എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ചന്ദ്രമതി ശരത്തിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതറിയുന്ന സച്ചിയും രേവതിയും വക്കീലിനെ കാണുന്നുണ്ട്. വക്കീൽ ഗുമസ്തനെ വിട്ട് ചന്ദ്രമതിയുടെ വീക്ക്നെസ്സിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കുന്നു ചന്ദ്രമതി പണത്തിനോട് അല്പം പ്രിയമുള്ള ആളാണെന്ന്. അങ്ങനെ ചന്ദ്രയെ കാണാൻ വേണ്ടി വക്കീൽ നേരിട്ട് ചന്ദ്രമതിയുടെ വീട്ടിലെത്തുന്നു. അവിടെയാണ് നമ്മൾ ഇന്നലെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ വരുന്ന വക്കീൽ ചന്ദ്രമതിയെ കണ്ട് സംസാരിക്കുന്നു. ഞാൻ വന്നത് നിങ്ങളുടെ മരുമകളുടെ വീട്ടിലൊരു കേസോട് സംബന്ധിച്ച് സംസാരിക്കാനാണെന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി കരുതുന്നത് മലേഷ്യയിലുള്ള ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണല്ലോ, അപ്പോൾ ആ കേസായിരിക്കുമെന്ന് കരുതിയാണ് പറയുന്നത്. നമ്മൾ പറയും ശ്രുതിയുടെ അച്ഛൻ്റെ കേസല്ല, നിങ്ങളുടെ മരുമകൾ രേവതിയുടെ അനിയൻ ശരത്തിനെതിരെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കംപ്ലയിൻറ്റ് പിൻവലിക്കണമെന്ന് പറയണം ഞാൻ വന്നതെന്ന് പറയും. എന്ത്, ആ പൂക്കാരിയുടെ അനിയന് വേണ്ടി കേസ് കൊടുക്കുന്നത് പിൻവലിക്കാനോ? ഇല്ല സാറേ, ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല. അവൻ എൻ്റെ പണം മോട്ടിച്ചു. മുമ്പ് അവൻ എൻ്റെ വീട്ടിൽ കയറി ബൈക്ക് മോട്ടിച്ചു. ഇപ്പോൾ അവനെൻ്റെ പണം തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. പിന്നെ അവൻ എന്നെ തള്ളിയിട്ട് കൊല്ലാനും ശ്രമിച്ചു. അവനെതിരെ വധശ്രമത്തിനും കൂടി കേസ് കൊടുക്കേണ്ടതായിരുന്നു പറയും. നിങ്ങളും അബദ്ധമാണ് കാണിക്കുന്നത്. അവനെതിരെ നിങ്ങൾ എത്ര പരാതി കൊടുത്താലും അവൻ ഒരുപാട് ദിവസം ഒന്നും ജയിലിൽ കിടക്കത്തില്ല. അവൻ ഒന്നാമത്തെ കാര്യം, അവൻ പഠിക്കുന്ന പയ്യനാണ്, അവന് പ്രായക്കുറവാണ്, അവന് വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവനെ ഒരുപാട് ദിവസമൊന്നും ജയിലിടാൻ പറ്റത്തില്ല. കൂടിപ്പോയാൽ 2 മാസം. പഠിക്കുന്ന പയ്യനെന്ന ആനുകൂല്യം വെച്ച് അവൻ ഉടനെ തന്നെ പുറത്തിറങ്ങും. നിങ്ങൾക്ക് അതുകൊണ്ട് എന്തോ മെച്ചമെന്ന് നോക്കി മതി, 2 മാസമെങ്കിലും അവൻ ജയിലിൽ കിടക്കുമല്ലോ എന്ന് പറയും. 2 മാസം അവൻ ജയിലിൽ കിടക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമെന്ന് പറയും. അവൻ ചോദിക്കും, പിന്നെ ഞാൻ എന്താ വേണ്ടത്? ശരി, നിങ്ങൾ അവനെതിരെയുള്ള കേസ് പിൻവലിച്ചാൽ നിങ്ങൾക്ക് ഞാനൊരു തുക തരാമെന്ന് പറയും. തുകയോ? അതെ, ഞാൻ നിങ്ങൾക്ക് ഒരു 50,000 രൂപ തരാം, ഈ കേസ് പിൻവലിക്കാമെന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കും, 50,000 രൂപയോ? 1,00,000 രൂപ തരാമെന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കും, 1 ലക്ഷമോ? ചോദിക്കും, 1,00,000 രൂപ പറ്റത്തില്ല. ശരി, എങ്കിൽ നിങ്ങളൊരു തുക പറയാൻ പറയും. എനിക്കൊരു 2,00,000 രൂപ തരാമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കേസ് പിൻവലിക്കാമെന്ന് പറയും. ശരി, ഇനി സംസാരമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് 2,00,000 രൂപ തരാം, നിങ്ങൾ കേസ് പിൻവലിക്കാമെന്ന് ചോദിക്കും. ശരി, 2,00,000 രൂപ തരാമെങ്കിൽ കേസ് ഞാൻ പിൻവലിക്കാമെന്ന് ചന്ദ്രമതി വക്കീലിനോട് പറയും. അപ്പോൾ ചന്ദ്രമതി പിന്നെ മനസ്സിൽ കരുതും, ഒരു 5 ലക്ഷം ചോദിക്കേണ്ടതായിരുന്നു. 2 ലക്ഷം ചോദിച്ചപ്പം തരാമെന്ന് പറഞ്ഞതാ. എന്തായാലും വേണ്ട, വെറുതെ കിട്ടുന്നതല്ലേ. ശരി, അതിന് തയ്യാറാണോ? നിങ്ങൾ ഈ പേപ്പറൊന്ന് സൈൻ ചെയ്യണം. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതിയില്ല എന്ന് ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറയും. ശരി, ഞാൻ ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഭാമയ്ക്കത് കേൾക്കുമ്പം അങ്ങ് സന്തോഷമാവും. കാരണം എന്ന് വെച്ചാൽ പരാതി പിൻവലിക്കുന്നുള്ളൂ. പിന്നെ ചന്ദ്രമതി വെറുതെ പിൻവലിക്കത്തില്ലെന്നുള്ള കാര്യം ഭാമയ്ക്കും അറിയാം. ശരിയെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ സ്റ്റേഷനിൽ വരൂ. അവിടെ വന്നിട്ട് നിങ്ങൾ പരാതി ഇല്ലെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ അവനെ പുറത്ത് വിടുമെന്ന് പറയും. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയും കൂട്ടിക്കൊണ്ട് വക്കീൽ സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട്. സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് വക്കീൽ ചന്ദ്രമതിക്ക് കൊടുത്ത 2,00,000 രൂപ ഭാമയെ ഏൽപ്പിക്കും. ഭാമയെ നീ പണം സേഫാക്കി വെക്കണം, ഞാൻ പോയിട്ട് വരാമെന്ന് പറയും. അങ്ങനെ ഭാമ ആ പണം വാങ്ങിച്ച് അലമാരി കൊണ്ട് പൂട്ടി വെക്കും. അതിനുശേഷം ശ്രുതിയും മീരയും കൂടി ആൻ്റണിയെ കാണാനായിട്ട് ആൻ്റണിയുടെ ഓഫീസിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അവർ കാണുന്നത് നവീൻദാസ് കോമ സ്റ്റേജിൽ ബെഡിൽ കിടക്കുന്നതാണ് കാണുന്നത്. ഇത് കാണുന്ന മീരയും ശ്രുതി അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. നീ എന്താ ആൻ്റണി കാണിച്ച് വെച്ചേക്കുന്നത്? ഇപ്പം മരിച്ചു പോയോ എന്ന് മീര ചോദിക്കും. അപ്പം ആൻ്റണി പറയും, ഇടി മരിച്ചു കഴിഞ്ഞാൽ ഇവന് ട്രിപ്പ് കൊടുത്ത് ഇങ്ങനെ ഇട്ടേക്ക്, ഓക്സിജനെ കൊടുത്ത്. അപ്പം മരിച്ചിട്ടില്ല, മരണത്തിനായിട്ട് കിടക്കുവാന്ന് പറയും. ദൈവമേ, നിൻ്റെ അടുത്ത് ഞാൻ അവനെ കൊല്ലാനാണോ പറഞ്ഞത്? അവനെ ഒന്ന് പേടിപ്പിച്ച് വിടാനില്ലേ പറഞ്ഞോളൂ ആൻ്റണി, നീ എന്തേ കാണിച്ചതെന്ന് ശ്രുതി ചോദിക്കും. അതേ ശ്രുതി, നീ അങ്ങനല്ല പറഞ്ഞത്, അവൻ്റെ ശല്യം എന്തെന്നൊക്കെ ഇല്ലാതാക്കണമെന്നല്ലേ പറഞ്ഞത്. ഈശ്വര, ഇനി എന്തോ ചെയ്യും? ഇവൻ ഇവിടെ അങ്ങനെ കിടന്ന് മരിച്ചു പോവുമോ? പറയാം, മിക്കവാറും മരിച്ചു പോകും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഈ അവസ്ഥയിൽ എന്തായാലും ഇവനെ ഇവിടെ കിടത്താൻ പറ്റത്തില്ല. മീര പറയാം, നമുക്ക് ഇവനെ ആശുപത്രിയിൽ എത്തിക്കാം. ആശുപത്രിയിൽ എത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർ എൻ്റെ പുറമേ ആയിരിക്കും, അതുകൊണ്ട് ഇവനെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശ്രുതി പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, എൻ്റെ പരിചയത്തിലുള്ള ഒരു ആയുർവേദ സുഹൃത്തിൻ്റെ ഹോസ്പിറ്റലുണ്ട് അങ്ങ് വെല്ലൂർ, അവിടെ കൊണ്ടുപോകാമെന്ന് പറയും. എങ്കിൽ അവിടെ കൊണ്ടുപോയി ഇവനെ രക്ഷപ്പെടുത്താൻ പറയും. അതിന് 2,00,000 രൂപയ്ക്ക് മേളിൽ ചിലവാകുമെന്ന് പറയും. ഇഷ്ടംപോലെ കാശ് നിൻ്റെ കയ്യിലുണ്ടല്ലോ ആൻ്റണി, നീ ചിലവാക്ക് എന്ന് മീര പറയും. പിന്നെ ഇവൻ എനിക്ക് വേണ്ടിയാണോ തല്ലും കൊണ്ട് കിടക്കുന്നത്? നീ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇവനെ ഈ അവസ്ഥയിലാക്കിയത്, എന്നിട്ട് ഞാൻ ഇവനോട് കാശ് ചിലവാക്കണോ? നീ തരണം 2,00,000 രൂപ. ഞാനിവിടെ 2,00,000 രൂപ തരും. നീ നവീൻദാസിനെ പേടിപ്പിച്ച് വിടാനല്ലേ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞോളൂ. അതിന് വേണ്ടിയല്ലേ ഞാൻ സച്ചിയുടെ ഫോൺ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. നിനക്ക് ആവശ്യമുള്ള വീഡിയോ അതിൽ നിന്ന് കിട്ടി. എന്നിട്ട് ഇനി ഞാൻ നിനക്ക് 2,00,000 രൂപ തരുന്നത്. ഇവൻ ഈ അവസ്ഥയിൽ ഇവിടെ കിടന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ ഇവനെ നിൻ്റെ വീട്ടിൽ കൊണ്ടിടട്ടെ എന്ന് പറയും. അച്ഛക്ക്, നീ എന്താ ആരുടെ ഈ പറയുന്നത്? നീ എന്തിനാ എന്നെ ഇട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് പറയും. എനിക്കറിയത്തില്ല, ഇവൻ ഇവിടെ കിടന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ ഇവനെ നിൻ്റെ വീട്ടിൽ കൊണ്ടിടും. അതല്ല, ഇവനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ 2,00,000 രൂപ ചിലവാകും. 2,00,000 രൂപ കൊടുത്ത് ഇവനെ രക്ഷപ്പെടുത്തിയതിന് ശേഷം ഇവനെ നമുക്ക് ബോംബെയിലോട്ടോ മഹാരാഷ്ട്രയിലോട്ടോ അങ്ങനെ കയറ്റി വിടാം. അതേ നടക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും മീരയും ശ്രുതി അങ്ങ് പേടിക്കും, എന്തോ ചെയ്യും ഇതിപ്പോൾ. ഒന്നഴിക്കുമ്പോൾ അടുത്ത കുരുക്ക് വേറെ.
അപ്പോൾ പറയും എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ ശ്രുതി, അല്ലെന്നുണ്ടെങ്കിൽ ഇവൻ കിടന്ന് മരിച്ചു പോയാൽ നമ്മൾ എന്തോ ചെയ്ത്, അത് പിന്നെ നിനക്ക് വേറെ അടുത്ത പ്രശ്നമാകുമെന്ന് പറയും. ശരി, ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്, നീ അതിന് മുമ്പ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലോ എന്ന് പറയും. അങ്ങനെ ശ്രുതിയും മീരയും കൂടി അങ്ങ് തിരിച്ചു പോവുകയാണ്. അപ്പോഴത്തേക്ക് ഇവർ പോയ പുറവെ പെട്ടെന്ന് നവീൻ ദാസ് അങ്ങ് കട്ടിലും ചാടി എഴുന്നേറ്റ് ഓക്സിജൻ മാസ്കും ട്രിപ്പും ഒക്കെ അങ്ങ് വലിച്ചിളക്കുകയാണ്. അപ്പോഴത്തേക്ക് ആൻ്റണിയും നവീൻ ദാസും കൂടി ചിരിക്കുകയാണ്. നീ ആൾ കൊള്ളാമല്ലോ ആൻ്റണി, പിന്നല്ലാതെ നീയല്ലേ അവളെ ഇടയ്ക്കിടയ്ക്ക് പീഡിപ്പിക്കുന്നത് കാശ് തരാം, എന്നിട്ട് അവൾ കാശ് തന്നു, ഇത് കണ്ടില്ലേ ഒറ്റയടിക്ക് അവൾ കാശ് തന്നെയെന്ന് പറയും. അവൾ എന്നെ കുറേ ഇട്ട് ബുദ്ധിമുട്ടിച്ചതാണെന്ന് പറയും. ശരി, ഇനി നമുക്ക് അവളെ വെച്ച് കുറച്ച് കാശുണ്ടാക്കാം, അവളുടെ ഭർത്താവിൻ്റെ ഷോറൂം വരെ വിറ്റ് അവൾ നമുക്ക് കാശ് തരുമെന്ന് പറയും. ശരി, ഇനി 2 മാസത്തേക്ക് തൽക്കാലം നീ ഇത് പൈസ നിനക്ക് തരാം, പിന്നെ നിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അതിനുശേഷം കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. 2 ലക്ഷം രൂപ കൊടുക്കണമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രുതി നേരെ ശ്രുതിയുടെ ഷോറൂമിലോട്ട് വരും. ശ്രുതി അവിടെ ഇരുന്ന് ബിസിനസ്സിനെ കുറിച്ചൊക്കെ നോക്കുകയാണ്. ആ സമയത്ത് വീട്ടിൽ വന്ന് 2 സബ് ഡീലർമാർ വന്നിട്ടുണ്ടായിരുന്നു. ഡീലർഷിപ്പിൻ്റെ കാര്യം നോക്കാനായിട്ട് 2 സബ് ഡീലർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം മെയിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. ആ സമയത്താണ് ശ്രുതി വരുന്നത്. ശ്രുതി പറയും, ശ്രുതി അന്ന് വീട്ടിൽ വന്നില്ലേ, നമ്മുടെ അബ്ലാസ് സാർ വന്നില്ലായിരുന്നു, അപ്പോൾ എനിക്ക് ഡീലർഷിപ്പ് തന്നപ്പോൾ അതിൻ്റെ കൂടെ സബ് ഡീലർ ചെയ്യാനായിട്ട് 2 പേര് വന്നില്ലായിരുന്നു. അപ്പോൾ അവരുടെ കുറച്ച് ഡീറ്റെയിൽസൊക്കെയാണ്. അപ്പോൾ നീ അതൊക്കെ ഒന്ന് നോക്കണം, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ബാങ്കിൽ പോകണം, അതുകൊണ്ട് നീ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ, ഞാൻ പോയിട്ട് വരാമെന്ന് പറയും. അങ്ങനെ ശ്രുതിയുടെ മനസ്സ് മുഴുവൻ നവീൻ ദാസിൻ്റെ ശല്യം ഒഴിവാക്കാനാണ്. എത്രയും പെട്ടെന്ന് ആൻ്റണിക്ക് കാശ് കൊടുക്കണം. അങ്ങനെ ശ്രുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ ശ്രുതി ആലോചിക്കും, എന്നാലും ആൻറ്റി എന്തായിരിക്കും ശരത്തിനെതിരെയുള്ള പരാതി പിൻവലിച്ചത്, അതിപ്പോൾ എങ്ങനെ അറിയാൻ പറ്റും? എന്തായാലും അതിനെക്കുറിച്ച് ബാമാൻ്റെ അടുത്തൊന്ന് ചോദിക്കാം, ബാമാൻ്റെ അടുത്തേക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് പറയും, എനിക്ക് അത്യാവശ്യമായിട്ടൊരു വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുക, ശ്രുതി വന്നാൽ അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ബാമേൻ്റെ വീട്ടിലോട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലും. ശ്രുതിയെ കാണുന്നതും ബാമ ചോദിക്കും, ഇതെന്താ പതിവില്ലാതെ ശ്രുതി നീ ഇങ്ങോട്ട്? അത് ആൻറ്റി ഒത്തിരി നാളായില്ലേ ആൻറ്റി കണ്ടിട്ട്, പിന്നെ ആൻറ്റി ഒന്ന് കാണണമെന്ന് പറയും. അതിന് ആൻറ്റി ഇവിടെ ഇല്ലല്ലോ, എവിടെ പോയി? അത് സ്റ്റേഷനിലോട്ട് പോയേക്കാന്ന്. എന്തിന്? അത് പരാതിയുടെ കാര്യം പിൻവലിക്കാനായിട്ട്. അല്ല, എന്നാൽ എന്ത് പറ്റി ആൻറ്റിക്ക് പെട്ടെന്നൊരു മാറ്റം, പരാതിയൊക്കെ പിൻവലിക്കാൻ? അതെനിക്കറിയത്തില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും, നീ കുറേ നാളായല്ലോ ശ്രുതി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്, നീ മുമ്പ് വരുന്ന സമയത്ത് എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു, നീ മസാജൊക്കെ ചെയ്ത് തരികയൊക്കെ ചെയ്യുമ്പോൾ. ഇപ്പം നീ അതിനൊന്നും വരുത്തിയൊന്നുമില്ലെന്ന് പറയും. അത് പിന്നെ മറ്റൊന്നും കൊണ്ടല്ല ആൻറ്റി, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണെന്ന് പറയും. അല്ല, ജോലിയൊക്കെ ആൻറ്റി തനിച്ചാണോ ചെയ്യുന്നത്? സെർവൻ്റ് ഒന്നുമില്ലേ? സെർവൻ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം സെർവൻ്റ് വരുന്നില്ല, സുഖമില്ലെന്നാണ് പറഞ്ഞതെന്ന് പറയും. ആണോ? പിന്നെ ആൻറ്റി ഇരിക്കും, ഞാൻ വേണേൽ മസാജ് ചെയ്ത് തരാം. ഓ, അതൊന്നും വേണ്ട, ചന്ദ്രയാണോ പറഞ്ഞാൽ പിന്നെ അതും മതി. ഓ, അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ നീ എനിക്ക് എൻ്റെ മോളെ പോലെ തന്നെയല്ലേ, ഞാനിപ്പോൾ ആൻറ്റിക്ക് മസാജ് ചെയ്യുന്ന വെച്ചാൽ എന്തോ കുഴപ്പം. ശരി, എങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിങ്ങൾ മസാജ് ചെയ്യുകയാണ്. ആ സമയത്ത് സോപ്പിട്ട് ശ്രുതി ശരത്തിനെതിരെ പരാതി പിൻവലിക്കാനുള്ള കാരണമൊക്കെ ചോദിക്കും. എന്നാലും ആൻറ്റിക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടാകും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും പരാതി പിൻവലിക്കത്തില്ലെന്ന് പറഞ്ഞ ആൻറ്റി പെട്ടെന്ന് പരാതി പിൻവലിച്ച് കളഞ്ഞല്ലോ ആൻറ്റി എന്നൊക്കെ ചോദിക്കും. അത് വക്കീൽ പൈസ കൊടുത്തോണ്ടല്ലേ എന്ന് ഈ മസാജ് ചെയ്ത സുഖത്തിലങ്ങ് പറയും. എന്താ ആൻറ്റി പറഞ്ഞത്? പൈസ കൊടുത്തില്ലേന്നു? ആര്? അല്ല, അത് പിന്നെ പറയാം ആൻറ്റി, എന്നോട് എന്തിനാ ആൻറ്റി എല്ലാം മറച്ചു നോക്കുന്നത്? ആൻറ്റിയിലെ പറഞ്ഞാൽ ഞാൻ മോളെ പോലാന്ന്. അല്ല ശ്രുതി, അത് പിന്നെ വക്കീൽ ഇവിടെ വന്നിരുന്നു, വക്കീൽ ഇവിടെ വന്ന സമയത്ത് പരാതി പിൻവലിച്ച 2 ലക്ഷം രൂപ വേണമെന്ന് ചന്ദ്ര പറഞ്ഞു, അപ്പോൾ വക്കീലത് കൊടുത്തു, അങ്ങനെ പരാതി പിൻവലിച്ചതെന്ന് പറയും. ഓ, അതാണ്. എന്തായാലും ഞാൻ വിശ്വസിക്കത്തില്ല. എന്താ നിനക്ക് വിശ്വാസം വരാത്തത്? നീ ഇത്രയും നാളും ചന്ദ്രയുടെ കൂടെ ആ വീട്ടിൽ താമസിച്ചിട്ടും അവളുടെ സ്വഭാവം മനസ്സിലായില്ലെന്ന് ചോദിക്കും. എന്നാലും ആൻറ്റി പൈസ മേടിക്കുന്നതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് പറയും. ഓ, നിനക്ക് അത്ര വിശ്വാസമില്ലേ? എങ്കിൽ ബാ എന്ന് പറഞ്ഞുകൊണ്ട് ബാമ ശ്രുതിയും വിളിച്ചുകൊണ്ട് ചന്ദ്ര വാങ്ങിച്ച് വെച്ച് ചന്ദ്ര കൊടുത്ത പണം അലമാരി ഇരിക്കുവാണല്ലോ, അത് കാണിച്ചു കൊടുക്കും. ശ്രുതി ഇങ്ങനെ ഞെട്ടും. കൊള്ളാമല്ലോ, ആൻ്റണി കൊടുക്കാൻ എന്തായാലും പൈസയായി, ഇപ്പോൾ വിശ്വാസമായോ? ഇപ്പോൾ വിശ്വാസമായി. ശരി ആൻറ്റി, നല്ലോണം അലമാരിയൊക്കെ അടച്ചു വെക്ക്, ഞാൻ പോട്ടെ, എനിക്ക് ഇച്ചിരി കൂടി വർക്കൊക്കെ ചെയ്യാൻ, എനിക്ക് ഇച്ചിരി ജോലി ഉണ്ടെന്ന് പറയും. എങ്കിൽ ശരി, അല്ല എനിക്ക് ചായ ഇട്ട് തരാം. വേണ്ട ആൻറ്റി ചായ ഒന്നും ഇടണ്ട, ആൻറ്റി റെസ്റ്റ് എടുക്കാൻ പറയും. അങ്ങനെ ശ്രുതി സന്തോഷം ഇങ്ങനെ വരികയാണ്. എന്തായാലും പൈസ അവിടെ ഉണ്ട്. അങ്ങനെ ശ്രുതി നേരെ ഷോറൂമിലോട്ട് വരും. അതിനുശേഷം ഈ പൈസ എങ്ങനെ അവിടെ നിന്ന് എടുക്കണമെന്നൊക്കെ കരുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി ബാമയുടെ വീട്ടിൽ കയറി ചന്ദ്രമതി
വക്കീൽ കൊടുത്തിരിക്കുന്ന പൈസ അവിടുന്ന് മോഷ്ടിക്കണം, എങ്കിൽ മാത്രമേ ആൻ്റണിക്ക് അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.